ഗൈസ് ഇപ്പോൾ സംഭവം വിചാരിച്ച കണക്കല്ലേട്ടാ, അത്യാവശ്യം നല്ല ഏരിയുണ്ട്. ഹേ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, നമ്മളെ തമിഴിൽ കണ്ടണക്ക് തന്നെ ഒരു സ്പൈസി ഫുഡ് ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എത്ര ലെവൽ 5 ലെവൽ ഏതൊക്കെ? അയ്യോ മറന്നു. ഫ്രഞ്ച് ഫ്രൈസ്, മോമോസ്, അപ്പൊ ഏതൊക്കെയാ? ഫ്രഞ്ച് ഫ്രൈസ്, മോമോസ്, പിസ്സ, ഫ്രൈഡ് ചിക്കൻ, ഏറ്റവും ലാസ്റ്റ് എക്സ്ട്രീം ചലഞ്ച്. നമ്മളെ ജോളോ ചിപ്സ് സോസ് നമ്മൾ ജോളോ ചിപ്സിനകത്ത് വെച്ച് കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ ഇതാണ് ലോകത്തിലെ ഏറ്റവും എരിവുള്ള സോസ് എന്നാണ് ജോളോ ചിപ്സ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതാണ് നമ്മളെ ജോളോ ചിപ്സിൽ വെച്ച് കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഡ്രസ്സെല്ലാം പറഞ്ഞാൽ നമുക്ക് നേരെ നമ്മളെ സാധനം മേടിക്കാൻ പോയിട്ട്. ഓക്കെ, അപ്പൊ നമ്മളെ ഡ്രസ്സെല്ലാം പറഞ്ഞാൽ നമ്മൾ നേരെ ബസ് വിളിച്ച് നമ്മൾ നേരെ നമ്മളെ ഡ്രീംസ് മാളിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഡ്രീംസ് മാളിൽ എപ്പോൾ വന്നാലും ആദ്യം ഓടിച്ചെല്ലുന്ന ഒരു സ്ഥലമുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. വളരെ വിലക്കുറവാണ്, വെറും 4000 രൂപയേ ഉള്ളൂ. പേടിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ബട്ട് നമ്മളെ പൈസ ഇല്ല ഗൈസ്. ഗൈസ് അപ്പൊ ഞാൻ സാധനം കാണിച്ചു തരാവേ. ഇരിക്കുന്ന സാധനം കണ്ടോ ഗൈസ്? ഇനി നമുക്ക് മേടിക്കാൻ വന്ന സാധനം പോയി മേടിക്കാം. അപ്പൊ ഇനി നമുക്ക് താഴോട്ട് പോവാം. അത് നമുക്ക് കുറച്ച് റോസ്റ്റഡ് ചിക്കൻ മേടിക്കാം. അപ്പം നമുക്കടുത്ത് പറഞ്ഞു കൊടുക്കും ഗൈസ്. അപ്പൊ നെക്സ്റ്റ് നമ്മളെ മോമോസും പിസയും മേടിക്കാം. അപ്പൊ നമുക്ക് ആദ്യം നമ്മളെ മോമോസ് മേടിക്കാം ഗൈസ്. അപ്പൊ നമ്മളെ മോമോസ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളെ മോമോസ് മേടിച്ച ശേഷം നമ്മൾ പിസയും കൂടി വെച്ച് തരാം ഗൈസ്. അപ്പൊ നമുക്ക് വേണമെന്നുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ നേരെ ഇനി വീട്ടിലോട്ട് പോവാം ഗൈസ്. ഇപ്പൊ എല്ലാം മേടിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കാണ് നമ്മളെ മെയിൻ സാധനമായിട്ടുള്ള ഐസ്ക്രീം മേടിക്കാൻ നമ്മൾ മറന്നുപോയി. ഐസ്ക്രീം ഇല്ലെങ്കിൽ ഇതിന്റെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പൊ നമുക്ക് ഒരു നല്ല ഐസ്ക്രീം ഇവിടുന്ന് തിരഞ്ഞെടുക്കാം. ഇവിടെ കുറെ ഐസ്ക്രീം ഉണ്ട്, നമുക്ക് ഇതിൽ നിന്ന് പറഞ്ഞ് എടുക്കണം. അപ്പൊ നമുക്ക് വേണമെന്നുള്ള ഐസ്ക്രീം എല്ലാം എടുത്ത് തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കാണ് ലുലുമാളിനകത്ത് ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നത്. എന്തൊക്കെയല്ലേ ഗൈസ്. അപ്പൊ നമ്മളെ ലുലുമാളിൽ നിന്ന് ഇറങ്ങി നമ്മള് നേരെ ബസ്സിൽ കയറിയിട്ടുണ്ട്. നമുക്ക് നേരെ ബസ്സിൽ കയറി വീട്ടിലോട്ട് പോവാം. ബസ് കയറി എടുത്തില്ല, ചിലപ്പോ എടുക്കും. അപ്പൊ നമ്മളെ സാധനം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഈ വീഡിയോ 5 ലെവലായിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ ഫസ്റ്റ് ലെവലായിട്ട് നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ നമ്മളെ മോമോസ്, പിന്നെ നമ്മളെ ബ്രോസ്റ്റഡ് ചിക്കൻ, പിന്നെ നമ്മളെ പിസ്സ, ഏറ്റവും അവസാനം നമ്മളെ എക്സ്ട്രീം ചലഞ്ചായിട്ട് നമ്മളെ ജോളോ ചിപ്സിലൂടെ നമ്മളെ സോസ് വെച്ച് കഴിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മളെ വീഡിയോയിലിട്ട് പോവാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലെവലായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഈ സോസിനകത്ത് മുക്കി കഴിക്കാം. അപ്പൊ അതിന് നമ്മൾ ഈ സോസ് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം അത് നമുക്കത് പൊടിക്കാം. ഇല്ല, നല്ല മധുരം കാണും. ഓക്കെ, അപ്പൊ നമ്മളെ സോസ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. കുപ്പിക്കകത്ത് വരും. നമുക്ക് ഇത് പൊട്ടിച്ച ശേഷം ഒരു കൊച്ചു കിണ്ണിക്കകത്തോട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഓ നല്ല എരിവുണ്ടെന്ന് തോന്നുന്നല്ലേ? ഗൈസ്, അപ്പൊ ഇത് കുറച്ചിട്ട് ഞാൻ നാക്കി വെച്ചായിരുന്നു, വെച്ചതേ ഓർമ്മയുള്ളൂ, പിന്നൊന്നും ഓർമ്മയില്ല. നല്ല രീതിയുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലെവലായിട്ടുള്ള നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാം. ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത്. ഇത് വേറെ ആരും എന്റെ അനിയനാണ്. ഇവരൊരു ചാനലുണ്ട്, ഏകദേശം 600K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ താഴെ കൊളാബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെയ്യാത്തവർ ഇപ്പൊ തന്നെ വേറെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ലെവൽ നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പൊ നമ്മളെ ഫസ്റ്റ് നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഈ ഒരു സോസിൽ കുറച്ച് മുട്ടിയേഷൻ കഴിച്ചിട്ടുണ്ട്. കുറച്ചിട്ട് അതേ തോന്നി എടുക്കണ്ട, കുറച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. ഗൈസ്, ഞാൻ കുറച്ചെടുത്തോണ്ടായിരിക്കും, എനിക്ക് എത്ര ഏരിയ തോന്നുന്നില്ല. നമുക്ക് നമ്മൾ ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാം. A few moments later. ഗൈസ്, അപ്പൊ സംഭവം വിചാരിച്ചോണ്ടല്ലേടാ, നല്ല രീതിയുണ്ട്. നല്ല എരിവുണ്ടാ ഗൈസ്. അപ്പൊ നല്ല രീതിക്ക് എരിയുണ്ട് കേട്ടാ. നമുക്ക് ഇതിന്റെ എരി പോയ ശേഷം അടുത്ത ലെവലിലോട്ട് പോകാം. ഫസ്റ്റ് ലെവലിന് ഇത്ര എരിയുണ്ടെങ്കിലേ അടുത്ത ലെവലൊക്കെ കിടിലായിരിക്കും. ഏറ്റവും അവസാന ലെവല് എക്സ്ട്രീം ലെവലായിരിക്കും. നമുക്ക് ഇതിന്റെ എരി പോകുന്ന വരെ കാത്തിരിക്കാം. ഗൈസ്, നമ്മളെ ഫസ്റ്റ് ലെവൽ എടുത്ത് അടുത്ത നമുക്ക് സെക്കൻഡ് ലെവലായിട്ടുള്ള നമ്മളെ മോമോസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മോമോസും നമുക്ക് പൊടിച്ചെടുക്കാം. ഇതെങ്ങനെയാ പൊട്ടിക്കുന്ന ഗൈസ്? നമ്മളെ ക്യാമറ ഒരു സംഭവം കേട്ടാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പൊ നെക്സ്റ്റ് നമ്മളെ മോമോസ് നമുക്ക്
നമ്മളെ സോസി മുക്കിയ ശേഷം കഴിച്ചു നോക്കാം. നമുക്ക് കുറച്ച് മുക്കിയ ശേഷം എടുക്കാം. നമ്മൾ ആദ്യം തന്നെ കുറച്ച് പണി കിട്ടിപ്പോയി നമുക്ക്. അതുകൊണ്ട് നമുക്ക് അയ്യോ കുറച്ച് മുക്കിയെടുത്തിട്ടുണ്ട്. നീ മുക്ക് മുക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ കഴിച്ചു നോക്കാം. ഇനി ഇതിന് എന്തിനാണോ 3, 2, 1. ഗൈസ്, അപ്പോൾ ഓൾറെഡി തന്നെ നമ്മളെ മോമോസിനകത്ത് അത്യാവശ്യം സ്പൈസി സോസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സോസും കൂടെ ആയപ്പോഴത്തേക്ക് എരിയൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്കിനി അടുത്ത നെക്സ്റ്റ് ലെവലിലോട്ട് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ 2 ലെവൽ ചെയ്ത് 2 ലെവൽ റാങ്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ലെവൽ ഏകദേശം ഒരു 6 to 6 കൊടുക്കാം. നിനക്ക് എത്ര കൊടുക്കാൻ പറ്റും? 10 ആദ്യത്തെ ലെവല് 7. ഞാൻ 6 കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ലെവൽ നോക്കുവാണെങ്കിൽ ഒരു 6 ഞാൻ കൊടുക്കത്തുള്ളൂ. 6 to 7. അതേ പുറത്ത് തോന്നില്ല. അതിൻ്റെ മാക്സിമം നീ എത്ര കൊടുക്കും? 5. ഇനി നമ്മൾ അടുത്ത നെക്സ്റ്റ് ലെവലിലുള്ള നമ്മളെ ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് കഴിച്ചു നോക്കാം. ഇത് അത്ര വലിയ എരി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് കഴിച്ചു നോക്കാം. ഗൈസ്, ഇപ്പോൾ വലിയ എരിയൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. ഇത് കൊള്ളാം. ഗൈസ്, ഇപ്പം ഇത് ഞാനൊരു ടേസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊരു 5, 6. സ്പൈസിൽ നോക്കുകയാണെങ്കിൽ ഞാനൊരു 3 കൊടുക്കത്തുള്ളൂ. കാരണം എനിക്ക് അത്ര ഇത് തോന്നിയിട്ടില്ല. അപ്പം ഇനി നമുക്ക് നെക്സ്റ്റ് ചാനലിലോട്ട് പോവാം. ഗൈസ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ 3 ഇല്ലേ റേറ്റിംഗ് വന്ന എരിയുടെ സ്പൈസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ 3 കൊടുക്കത്തുള്ളൂ. കാരണം എനിക്ക് അത്ര ഇത് തോന്നിയിട്ടില്ല. അതേ മാറ്റിയിട്ട് 6 ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല രീതിക്ക് തന്നെ എരി കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ലെവലായിട്ട് നമ്മളെ പിസ്സ നമുക്ക് പൊട്ടിച്ച് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ പിസ്സയുടെ കൂടെ കുറച്ച് പൊടി കിട്ടുന്നുണ്ട്. കഴിച്ചപ്പോൾ പിന്നെ വേറെ കാര്യം നമ്മൾ മേടിച്ച പിസ്സ തന്നെ ചില്ലി ഫ്ലേവർ പിസ്സയാണ്. മണ്ടേ കുറേ ചില്ലി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു കുറേ പൊടികൾ നമുക്ക് ഇതിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പൊടി പൊടിച്ച് ശേഷം ഇതിൻ്റെ മണ്ടയിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറി. കൈസ്, ഇപ്പോൾ നമ്മൾ മേടിച്ച പിസ്സ തന്നെ നല്ല രീതിക്ക് എരിയുള്ള പിസ്സയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു പീസ് എടുത്ത ശേഷം ഞങ്ങൾ 2 പേരും കൂടി സോസ് മുക്കി കഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പിസ്സ നമ്മളൊരു പീസാക്കി എടുത്തിട്ട് അപ്പോൾ നമുക്ക് ഈ സോസിനകത്തോട്ട് മുക്കി കഴിച്ചു നോക്കാം. സോസ് കുറച്ച് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് സോസ് വേണോ? മതിയല്ലേ? നമ്മളെ പിസ്സക്കകത്ത് നമ്മൾ സോസ് നമ്മൾ കഴിക്കാൻ പോവാണ്. കഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ, ഒരു പുളി ഉണ്ടോ അല്ലേ? എന്തോ ചെറിയൊരു പുളിയുണ്ട് ഇതിന്. ഇത് മറ്റേ ചിക്കൻ അല്ലല്ലേ? സോയാബീൻ. സോയാബീൻ ആണെന്ന് തോന്നുന്നു. ഒരു പുളിയുണ്ട്. ഭയങ്കര പുളിയുണ്ട് ഇതിന്. കുഴപ്പമില്ല, വലിയ എരിയൊന്നുമില്ല ഇതിന്. നേരത്തെ കണക്കാവായിരുന്നു മതി. നേരത്തെ എരിയില്ലെന്ന് പറഞ്ഞതാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല എരി കയറി. ഇപ്പം എനിക്ക് എരിയൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് എരി കയറുമെന്ന് എനിക്ക് പിടുത്തമില്ല. ഗൈസ്, അപ്പം നമ്മളെ നെക്സ്റ്റ് ചലഞ്ചാണ് ഏറ്റവും എക്സ്ട്രീം ചലഞ്ച്. അത് മിക്കവാറും ഞാൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് കഴിച്ച് തീർത്ത ശേഷം നമുക്ക് അടുത്ത നമ്മളെ എക്സ്ട്രീം ചലഞ്ചിലോട്ട് പോകാം. അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 5. അപ്പം നമ്മൾ അടുത്ത നെക്സ്റ്റ് ചലഞ്ചിലോട്ട് പോകാം. One eternity later. അപ്പൊ നമ്മൾ എരിയില്ല എന്ന് പറഞ്ഞ ആളാ ഞാൻ കാണിച്ചു തരാം. തൂക്കിയല്ലോ നാദാ. ഗൈസ്, അപ്പോൾ സംഭവം രക്ഷയില്ലാട്ടാ. നല്ല എരിയുണ്ട്. എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഇതൊക്കെ തിരി. എവിടെ നിന്നൊക്കെ വെള്ളം വന്നറിയോ? കണ്ണിന്ന് വന്ന് മൂക്കിന്ന് വന്ന്. നമുക്ക് നമ്മൾ അവസാനത്തെ ചലഞ്ചായിട്ടുള്ള എക്സ്ട്രീം ചലഞ്ചിലോട്ട് പോകാം. സംസാരിക്കാൻ പോയി വയ്യ എനിക്ക്. അമ്മാതിരി എരിയായി പോയി. നമ്മുടെ ഐസ്ക്രീം ഒരു ഡപ്പ തന്നെ തീർന്നു. ഇനി അവസാനം ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇനി വേറെ പോയി ഡപ്പ പഠിക്കണം. അപ്പോൾ നമുക്ക് എരിയെല്ലാം പോയ ശേഷം നമ്മളെ ജോളോ ചിപ്സിനകത്ത് സോസ് വെച്ച് കഴിച്ചു പോകാം. അപ്പോൾ നമ്മുടെ എരി മൊത്തം ഒന്ന് പോയിട്ട് അല്ലെങ്കിൽ പിടിക്കാതിരിക്കേണ്ടി വരും. അത്ര ഇതായി എനിക്ക്. നല്ല എരിയുണ്ട്. ഇതായിരിക്കും നമ്മൾ അടുത്ത ആള്. One eternity later. ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് നമ്മളെ എക്സ്ട്രീം ചലഞ്ചായിട്ടുള്ള നമ്മളെ ജോളോ ചിപ്സിന്റെ സോസ് വെച്ച് നമ്മൾ കഴിക്കാൻ പോവാണ്.
എന്തായിരിക്കും എക്സ്പ്രഷൻ എനിക്ക് ഒരു പിടുത്തമില്ല. അപ്പൊ നമ്മളാ ജോള ചിപ്സ് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പൊ നീ നേരത്തെ കഴിച്ചിട്ടുണ്ടല്ലേ? കഴിച്ചിട്ടുണ്ട്. നിനക്ക് സോസ് വേണ്ടല്ലേ? പൈസ ഇപ്പൊ കഴിക്കുന്നതിന് മുമ്പ് പറയാം, ഇത് കൊച്ചുകുട്ടികൾ ആരും ചെയ്യാത്തതാണ് നല്ലത്. ചെയ്തുപോലെ പറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദി അയക്കുന്നതല്ല. നമുക്ക് കഴിച്ചു നോക്കാം. അപ്പൊ നമ്മളെ ജോളോ ചിപ്സ് നമ്മൾ പൊടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, അടിച്ചായിട്ട് ഒരു കത്രി കിട്ടുണ്ടോ? ഓക്കെ, നമ്മളെ ജോളോ ചിപ്സ് നമുക്ക് ഈ ഒരു കവറിൽ നിന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ പാക്കേജ് പൊടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ രണ്ടാമത്തോട്ടാണ് ജോളോ ചിപ്സ് കഴിക്കുന്നത്. പക്ഷേ ഇത് നമ്മള് ജോളോ ചിപ്സ് മാത്രമല്ലല്ലോ, ഇതിനകത്ത് സോസ് വെച്ചില്ല കഴിക്കുന്നത്. നമുക്ക് ജോളോ ചിപ്സ് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, നമ്മളെ ജോളോ ചിപ്സ് പൊട്ടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് കഴിച്ചു വെക്കാം. ഇതിൽ ഇനി സോസ് വെച്ച് കഴിക്കുമ്പോൾ എക്സ്പ്രഷൻ എന്തായിരിക്കും എനിക്കൊരു പിടുത്തമില്ല. അപ്പൊ നമുക്കത് കഴിച്ചു വെക്കാം. ആദ്യം ഇത്രയൊന്നും എടുക്കുന്നില്ല, ചെറിയൊരു പീസിനെ എടുക്കുന്നുള്ളൂ. ഇത് മതിയോ? ധാരാളം. എനിക്ക് കുറച്ച് മതി, എനിക്ക് കുറച്ച് ചെറിയ പീസ് മതി എനിക്ക്. എനിക്ക് സോസ് വേണ്ട, ഒരു പരുവാവും. ജസ്റ്റ് ഒന്ന് മുക്കണോ? അല്ല വേണ്ട, വേണ്ടല്ലേ? ഗൈസ് നമ്മൾ ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട്. ചെറുതെന്ന ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട്. ഈ ചെറിയ പീസിലാണ് നമ്മൾ ഈ സോസ് വെച്ച് കഴിക്കാൻ പോകുന്നത്. ഈ ചെറിയ പീസിനകത്ത് സോസ് വെച്ച് കഴിക്കാം. ഓക്കെ, അപ്പൊ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കഴിച്ചു നോക്കാം. പേടിയുണ്ട് ഗൈസ്, പേടിയാവുന്നുണ്ട്. നീ കഴിച്ചോ, ഞാനിത് കുറച്ചേരം ഒന്ന് കഴിച്ചു നോക്കാം. ഓ നമ്മളെ ചിപ്സിന്റെ സോസിന്റെ കുത്തല് വരുന്നുണ്ട്. ഗൈസ്, അപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരും ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. തലയൊക്കെ ഒരുമാതിരി വേന കിടക്കുന്നുണ്ട്. ഗൈസ്, അപ്പൊ ഇത് എരിന്റെ റേറ്റിംഗ് കൊടുക്കണമെങ്കിൽ ഞാൻ 10/10 കൊടുക്കട്ടെ. നല്ല രീതിയുണ്ട്. ഗൈസ്, ഇപ്പൊ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് അറിയാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. കഴിഞ്ഞ നമ്മൾ ജോളക്സ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അച്ഛൻ ഒട്ടും എഴുതിയിട്ടില്ലായിരുന്നു. എനിക്ക് പിന്നെ ഞാൻ എരി കൂട്ടാത്ത ഒരാളായതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് എരിയുന്നുണ്ട്. ഇതും എക്സ്ട്രീം ലെവലായിട്ട് തെരിയുന്നുണ്ട്. സത്യം പറയാല്ലേ, നല്ല രീതിക്ക് സംസാരിക്കാനും വയ്യ, അത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം ഇനി അച്ഛനോട് കൊടുക്കാം. അച്ഛന് എരിയോ ഇല്ലയോ എന്ന് കണ്ടറിയാം. അച്ഛൻ മാത്രമല്ല, വലിച്ചനുണ്ട്. വലിച്ചനും നേരത്തെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വലിച്ചനും എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇത് കഴിച്ചു കൊടുത്തു നോക്കാം. അപ്പോൾ അവർക്ക് എരിയോ ഇല്ലെന്ന് നോക്കാം. ഇനി നേരെ സംസാരിക്കാനും വയ്യ, അത്ര ഇനി എരിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ആൾക്ക് കൊടുക്കാം. അടുത്ത ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആർക്ക് കൊടുക്കാം. അപ്പൊ രണ്ടുപേരും നേരത്തെ ജോളക്സ് കഴിച്ചിട്ടല്ലേ, രണ്ടുപേർക്ക് എരിയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇത് കഴിക്കണം. ഓരോന്ന് വെച്ചെടുത്തോ. എട് ഓക്കെ, രണ്ടുപേരും ഒരുമിച്ചിരിക്കണേ. 3, 2, 1 കഴിച്ചോ. കഴിക്കോ നിങ്ങളോട് അഭിപ്രായമാണ്. കണ്ണിന്നൊക്കെ നല്ല വെള്ളം ഇനി വേണോ? വേണമെങ്കിൽ സ്റ്റോക്ക് കൊണ്ട് സെക്കൻഡ് റൗണ്ടായിട്ട് അടുത്തും കൊടുക്കുന്നുണ്ട്. അപ്പൊ അടുത്തും കൊടുക്കുന്നുണ്ട്. അടുത്ത റൗണ്ട് ഇതിപ്പോ മുണ്ട് ഇതെല്ലാം കൂടെ ഒഴിച്ചേക്കാണ്. ഓക്കെ, അപ്പൊ രണ്ടുപേരും അടുത്ത റൗണ്ട് കഴിച്ചു. A few moments later. എരിയുണ്ട്.
നല്ല രീതിയുണ്ട്. ഓ, കണ്ട് 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 ചോന്ന്. Guys, രണ്ട് വീരന്മാരെ തോറ്റിരിക്കുന്നു. കണ്ണ് കണ്ണ് കണ്ണു കണ്ണു എരിയുണ്ട് കണ്ണിന്ന് അറിയാതെ വരുന്നേ. കാര്യം പറ. ചെറിയ എരിയുള്ളൂ, എനിക്ക് അത്ര എരിയായിട്ട് തോന്നുന്നു. എരി നല്ല ആ ചിപ്സിനേക്കാൾ നല്ല എരിയുണ്ട്. പക്ഷെ ആ കണ്ണിന്ന് വെള്ളം അറിയാതെ വരുന്നത് എരിയുണ്ട്. കണ്ണി വെള്ളം ഇല്ലാത്ത ഈ സോസ് എടുക്കട്ടെടാ നമുക്ക്. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. കൈസ് ഇപ്പൊ സംഭവം വിചാരിച്ച കണക്കല്ലേട്ടാ, അത്യാവശ്യം നല്ല എരിയുണ്ട്. എൻ്റെ എവിടെ നിന്നൊക്കെ പുകയുന്നെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. നല്ല കൈസ് ഇപ്പൊ സംഭവം എന്നാലും ഒരു രക്ഷയില്ല, സത്യമായിട്ടും ചുണ്ടക്കണ നല്ല എരിയുള്ള സോസ് തന്നെ. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. വീഡിയോ ലൈക്ക് അടിക്കാത്തവരൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പൊ നമ്മളെ സാധനം നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ 5 ലെവലായിട്ടാണ് ചെയ്യുന്നത്. നമ്മളെ ഫസ്റ്റ് ലെവലായിട്ട് നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ നമ്മളെ മോമോസ്, പിന്നെ നമ്മളെ ബ്രോസ്റ്റഡ് ചിക്കൻ, പിന്നെ നമ്മളെ പിസ്സ, ഏറ്റവും അവസാനം നമ്മളെ എക്സ്ട്രീം ചലഞ്ച് ആയിട്ട് നമ്മളെ ജോളോ സ്റ്റാർട്ട് ചെയ്ത്. ഇതെന്തുവാ? കണ്ണ എങ്ങനെയുണ്ട് 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 എങ്ങനെയുണ്ട്